CNG വാഹനങ്ങൾ കാലിബ്രേഷൻ ചെയ്യുന്ന രാമനാട്ടുകര വൈദ്യരങ്ങാടിക്കടുത്തുള്ള കാലിബ്രേഷൻ സെൻറ്ററിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രാമനാട്ടുകര എയർപോർട്ട് റോഡ് കയറി വൈദ്യരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഹൈസ്കൂൾ റോഡ് കയറി 1 കിലോമീറ്ററോളം മുൻപോട്ട് പോയാൽ നമുക്ക് ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഇവിടുത്തെ ജോലികളെല്ലാം രാവിലെ 9 മണിയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അതിനു മുമ്പായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള വാഹനങ്ങളെല്ലാം ക്യൂ സിസ്റ്റമായിട്ട് നിൽക്കുന്നതാണ് നമ്മളിപ്പം കാണുന്നത്. 9 മണിയോടെ കൂടി ജോലിക്കാരെല്ലാം എത്തിയതിന് ശേഷം ഒരേ സമയം 2 വാഹനങ്ങളുടെ സിലിണ്ടർ അയച്ചെടുക്കുന്ന ജോലിയാണ് പിന്നീട് അവിടെ നടക്കുന്നത്. വാഹനത്തിൽ നിന്നും സിലിണ്ടറിലേക്കുള്ള കണക്ഷൻ വേർപെടുത്തിയെടുത്ത ശേഷം സിലിണ്ടർ വാഹനത്തിൽ നിന്നും അഴിച്ചെടുക്കുന്ന ജോലി ആണ് പിന്നീട് നടക്കുന്നത്. സിലിണ്ടറുകളെല്ലാം വാഹനത്തിൽ നിന്നും അഴിച്ചു മാറ്റിയ ശേഷം അഴിച്ചു മാറ്റിയ വാഹനം പുറകിലേക്ക് മാറ്റിയിട്ട് പകരം അടുത്ത വാഹനം ട്രാക്കിലേക്ക് കയറ്റിയിടും. അങ്ങനെ യഥാക്രമം വരുന്ന ഓരോ വാഹനങ്ങളായിട്ട് ഇങ്ങനെ സിലിണ്ടർ അഴിച്ചെടുത്ത് ഇവിടെ വർക്ക് ആരംഭിക്കും. അതിനുശേഷം അഴിച്ചെടുത്ത സിലിണ്ടർ ദൂരെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി സിലിണ്ടറിലുള്ള ബാക്കി ഗ്യാസുകളെല്ലാം അവിടുന്ന് ഒഴിവാക്കുന്നതാണ് കാണുന്നത്. ഒറ്റപ്പെട്ട ഒരു ഏരിയ ആണിത്. പൊതുവെ ആൾതാമസമൊന്നുമില്ലാത്ത ഒരു ഏരിയ ആണിത്. അതിനുശേഷം നമ്മൾ സിലിണ്ടറിൻ്റെ പേപ്പറും അത് വണ്ടിയുടെ RC ബുക്കും ഇവിടെ ഓഫീസിൽ ഹാജരാക്കി അതിനുശേഷം അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്നത് നമ്മൾ പമ്പുകളിൽ കാണുന്ന സിലിണ്ടറുകളാണ്. പമ്പിൽ ഉള്ള സിലിണ്ടറുകളും ഇതുപോലെ തന്നെ 3 വർഷം കൂടുമ്പോൾ കാലിബ്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ചിലതെല്ലാം പണി നടക്കുന്നു, ചിലത് പണിയെല്ലാം കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് വാഹനത്തിൽ കയറ്റി പമ്പിലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിലുള്ള ആളുകളെല്ലാം ഇവിടെ ഈ കോഴിക്കോട് മലപ്പുറം ബോർഡറിലുള്ള വൈദ്യരങ്ങാടിയിലുള്ള ഈ കാലിബ്രേഷൻ സെൻറ്ററിൽ വന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. മറ്റെവിടെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. പിന്നീടുള്ളത് എറണാകുളം ഭാഗത്ത്, പാലക്കാട് ഭാഗത്തൊക്കെയാണ് ഉള്ളത്. ഈ മാസം 10-ാം തീയതിയോടുകൂടി കണ്ണൂർ ഭാഗത്ത് ഇരിട്ടിക്കടുത്ത് ഇത് ഒരു പുതിയ കാലിബ്രേഷൻ സെൻറ്റർ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. CNG വാഹനങ്ങൾ ഇറങ്ങി ഇത്രയും വർഷമായിട്ടും എവിടെയും കാലിബ്രേഷൻ സെൻറ്ററുകളൊന്നും ഇവിടെ ഇതുപോലെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കണ്ണൂർ, കാസർഗോഡുള്ള വാഹനങ്ങളെല്ലാം കോഴിക്കോട്, മലപ്പുറം ഭാഗത്ത് ഇവിടെ വന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അവർ പുലർച്ചെ 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ഇവിടെ എത്തുന്നത്, വാഹനമായിട്ട് ഇവിടെ എത്തുന്നത്. 100-150 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ഒക്കെ വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. 3 മണിക്കൂർ നേരത്തെ പ്രഷർ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സിലിണ്ടർ പെയിൻ്റൊക്കെ അടിച്ച് ഈ ടെസ്റ്റെല്ലാം കഴിഞ്ഞ് വാഹനത്തിൽ രണ്ടാമതും റീസെറ്റ് ചെയ്യാണ് പിന്നീട് നടക്കുന്നത്. അതിനുശേഷം അടുത്ത 3 വർഷത്തെ ഡേറ്റ് അടിച്ചുകൊണ്ടുള്ള ഒരു നെയിം ബോർഡ് നമ്മുടെ വാഹനത്തിൽ പതിപ്പിക്കും. കാലിബ്രേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടും ഇത് നടത്താത്ത വാഹനങ്ങൾക്ക് പമ്പുകളിൽ നിന്ന് സിലിണ്ടർ ഗ്യാസ് നിറച്ച് നൽകുന്നത് അധിക പമ്പുകളും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യമാണ്. ഇൻഷൂർ ക്ലെയിം കിട്ടാനും എല്ലാത്തിനും ഇത് ബാധിക്കുകയും ചെയ്യും. ഇത് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള സുഹൃത്തിൻ്റെ വാഹനമാണ്. 3 മണിയോടുകൂടി അവരുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവർ യാത്രയായിട്ടുണ്ട്. 3 മണിക്ക് ശേഷം ഒരുവിധം വാഹനങ്ങളെല്ലാം തീർന്നു. ഇനി അവസാനം നമ്മുടെ വാഹനവും വേറെ 1-2 വാഹനങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഇതും ഒരു കണ്ണൂരിൽ നിന്നുള്ള ഒരു വാഹനമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനം. 5 മണിയോടുകൂടി നമ്മുടെ വാഹനത്തിനും സിലിണ്ടർ ടെസ്റ്റ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്.